AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ, നന്നായി പഴുത്തത്. അപ്പോൾ അത് വെറുതെ ഇരുന്ന് ചീത്തയായി പോകണ്ടെന്ന് വെച്ചാൽ അത് വെച്ചൊരു റെസിപ്പി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാനിത് ആ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്തതാവുകൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടി. ഇനി അതിലേക്ക് ശർക്കരപ്പാനി കൂടി വേണം, അതും തയ്യാറാക്കിയെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കൂവപ്പൊടി ഒന്ന് കലക്കിയെടുത്ത് വേണം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്ത് ഇതുപോലെ നന്നാക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനീൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതാ ഇതുപോലെ. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും നിലക്കടലയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലക്കടലേൻ്റെ തൊലി ഒന്ന് വേഗത്തിൽ പോകാൻ വേണ്ടി ഞാനത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഈ മിക്സൊക്കെ റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിൽ നെയ്യ് തടവി അതിലേക്കൊന്ന് ഒഴിച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതിലേക്ക് നിറയെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് കുറച്ചധികം വേണം കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മറ്റേ നിലക്കടലയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നേരത്തെ പറഞ്ഞ അണ്ടിപ്പരിപ്പും നിലക്കടലപ്പരിപ്പും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് മൂത്ത് അതിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസം വരരുത് കേട്ടോ. നമ്മുടെ ഈ നെയ്യിന് ആ ഒരു കരിഞ്ഞ ചുവ വന്നാൽ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആകെ മാറും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം. ഇതാ ഈ ഒരു പരുവത്തിൽ മതി, ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ മതി. അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഏത്തപ്പഴം ഹൽവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കൂടുതൽ ഒന്നും ചെയ്യാനില്ല. വേണമെന്നുള്ളവർക്ക് ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കാം കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ വെളുത്ത എള്ളും ചേർക്കാം. വെളുത്ത എള്ള് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ദാ ഇതിങ്ങനെ ഇളക്കി കുറുക്കിയെടുത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു പരുവം വരെ അങ്ങനെ ഇളക്കി കൊടുക്കുക, കൈയെടുക്കാതെ. ഇപ്പം നമ്മുടെ മിക്സ് ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഇങ്ങനെ പൊട്ടണയൊക്കെ ഒരു ഇത് കാണാനുണ്ടല്ലോ. ഇതൊന്നും പോരാ, നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് നന്നായിട്ട് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ അതങ്ങോട്ട് വിട്ട് വരണം. അതിനാണ് നമ്മൾ നല്ലോണം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റൊന്നും ആയിട്ടില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കാണിക്കണാണേ. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് അത് ഒഴിച്ച് നമ്മുടെ ആ നെയ്യ് പുരട്ടി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ലെവലാക്കിയെടുത്തു. ഇപ്പോൾ അതാ ഞാനിത് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബനാന ഹൽവ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ അരിയൊന്നും കൂട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ചൊരു എന്താ പറയുക ലൂസ് പരുവത്തിലാണേ, ഭയങ്കര ടൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൽവ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കാം. നമ്മുടെ ഹൽവ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഴമൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.